അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ 9ാം ക്ലാസ്സിലെ തസ്കിയയിലെ 3ാമത്തെ പാഠം അസ്വലാത്തുൽ ഖാശിഅ, അതിൻ്റെ തദ്രീബാത്ത് ഖുറാസയാണ് നമ്മൾ വായിക്കുന്നത് കേട്ടോ. നക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണ്. ഖുശൂ ഭയഭക്തി. ഉസ്ഫൂർ കുരുവി. ആകില ക്യാൻസർ. മുസ്തൗജിബുൻ അവകാശിയായവൻ. മുഖ്ബിത്തുൻ ഭക്തൻ. ലറൂറ അത്യാവശ്യം. ഗൈറ ഈർഷ. മുറുഅത്ത് മനുഷ്യത്വം. സഖഫ് മേൽക്കൂര. സമ്പൂർ കടന്നൽ. ഹയ്യത്ത് പാമ്പ്. മുഅരിദ് പിന്തിരിഞ്ഞവൻ. മുഖബിലുൻ വരുന്നവൻ. ഗൈൽ കോപം. സുദൂദ് പിന്തിരിയൽ. ഉഖൂബത്ത് ശിക്ഷ. ഓക്കെ, വലിച്ചു വിടുക കേട്ടോ, നീട്ടിക്കൊണ്ടോണ്ടിട്ട്. നക്തശിഫു സിയാഖാത്ത്, സന്ദർഭം കണ്ടെത്താനാട്ടോ. ഉൻളുറു അയ്യു ഷൈഇൻ ഹാദല്ലദി ആദാനി ഫി സ്വലാത്തി. ഈ വാക്കുണ്ടായ സന്ദർഭം എന്താണ്? എന്താ അർത്ഥം? എൻ്റെ നമസ്കാരത്തിൽ എന്നെ ദ്രോഹിച്ച ഈ വസ്തു എന്താണെന്ന് നോക്കൂ. അപ്പോൾ അറബിയിലാണ് ചോദ്യം. എൻ്റെ ആൻസർ എന്താ? قالها الإمام محمد بن إسماعيل البخاري عندما لسعه الزنبور في صلاته. ഞാൻ അർത്ഥം ഇതിന് അങ്ങനെ ചെയ്തട്ടോ. ഞാൻ അറബിക്ക് അർത്ഥം തയ്യാറാക്കിയത്. അതിൻ്റെ മലയാളമാണ്, അതിൻ്റെ അറബി മലയാളം താഴത്തുണ്ട്. മലയാളം: നമസ്കാരത്തിനിടെ തേനീച്ച കുത്തിയപ്പോൾ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണിത്. നിസ്കരിച്ചിങ്ങാണ് സലാം വീട്ടിയപ്പോഴേ ചോദിച്ചതാണ്, നിസ്കരിക്കുമ്പോൾ എന്നെ കുത്തിയ വസ്തു എന്താ നോക്കി. 2. കുന്തു ഫീ സൂറത്തിൻ ഫഹബബതു അൻ ഉത്തിമ്മഹ. അതുണ്ടായ സന്ദർഭം എപ്പോഴാണ്? ഞാൻ ഒരു സൂറത്തിലായിരുന്നു, ഒരു സൂറത്ത് പാരായണം ചെയ്യായിരുന്നു, അത് പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതുണ്ടായ സന്ദർഭം എന്താണ്? ഈ വാക്ക് എപ്പോഴാണ്ടായത്? ഖാലഹ അൽ ഇമാമുൽ ബുഖാരി ഹീന സുഇല അൻ സബി അദമി ഖുറൂജിഹി മിനസ്വലാത്തി ബഅദ ലസ്ഇ സമ്പൂർ. നല്ല അറബിയിൽ ആൻസർ. മലയാളത്തിൽ പറയുകയാണെങ്കിലോ, തേനീച്ച കുത്തിയപ്പോൾ എന്തുകൊണ്ടാണ് നമസ്കാരത്തിൽ നിന്ന് പുറത്തു വരാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം ബുഖാരി മറുപടിയായി പറഞ്ഞതാണ് ഇത്. എനിക്ക് ഈ റെക്കോർഡിൻ്റെ നമ്പർ വരുന്നതുകൊണ്ട് ടൈം ബോർഡ് ഇരുന്നുകൊണ്ട് അത് വായിക്കാൻ കഴിയില്ല കേട്ടോ. അത് വേണം ഇൻഷാ അല്ലാഹ്. ഇനി 3. സന്ദർഭം ഇതാനാണ്. അദ്ദേഹം നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ അദ്ദേഹത്തെ വിട്ടേക്കൂ. ഈ വാക്കപ്പോഴുണ്ടായി. قالها أم الرجل الذي ظهرت برجله الآكلة للحكماء ليقطعوا رجله دون أن يشعر. അതിൻ്റെ അർത്ഥം എന്താ? കാലിൽ അസുഖം ബാധിച്ച ആൾക്ക് വേദനയില്ലാണ്ട് കാല് മുറിക്കുന്നതിനായി നമസ്കാരത്തിൽ പ്രവേശിക്കുന്നത് വരെ കാത്തിരിക്കാൻ വൈദ്യന്മാരോട് അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞതാണ് ഇത്. അപ്പോൾ അറബിയിൽ എഴുത, അറബി മലയാളത്തിൽ എഴുതട്ടോ. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് മനസ്സിലാകണം എന്താണെങ്കിലും. നക്തശിഫുൽ ഇജാബാത്ത്, ഉത്തരം കണ്ടെത്താനാണ്. കാന ഇദാ സജദ വഖഅത് അലാ ളഹ്രിഹിൽ അസ്വാഫിറു അലാ ളഹ്രി മൻ വലിമ വഖഅത് അലൈ. അദ്ദേഹം സുജൂദ് ചെയ്യുമ്പോൾ പക്ഷികൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്നിരിക്കാറുണ്ടായിരുന്നു. ആരുടെ പുറത്താണ്? എന്തുകൊണ്ടാണ് പക്ഷികൾ അതിൽ പുറത്ത് വന്നിരുന്നത്? അലാ ലഹുരി അബ്ദുല്ലാഹി ബിൻ സുബൈർ വഖഅത് അലൈഹി ലിതൂലി സുജൂദിഹി. മലയാളം: അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ പുറത്താണ്. അദ്ദേഹം ദീർഘനേരം സുജൂദിൽ കിടക്കുന്നത് കൊണ്ടാണ് പക്ഷികൾ പുറത്ത് വന്നിരുന്നത്. വേറൊന്ന്: ലാ ദറ ബിമാ ജറ വമാദാ ജറ. അദ്ദേഹം നടന്നതൊന്നും അറിഞ്ഞില്ല. എന്താ നടന്നത്?
സഖതത് ഹയ്യത്തു മിന സഖഫി വതവഖത് അലാ ബത്നി ബിനിഹി ഹാഷിം. മേൽക്കൂരയിൽ നിന്ന് പാമ്പ് വീഴുകയും അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ മകൻ ഹാഷിമിന്റെ വയറിൽ ചുറ്റുകയും ചെയ്തത്. അതാണ് സംഭവം നടന്നത് കേട്ടോ. നക്തുബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ്. ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക എന്നുവെച്ചാൽ ഒന്നാമത്തെ ആ എഴുതിയിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ എഴുതിയ പുസ്തകത്തിൽ ഉണ്ടാകുക. അവിടെ മുതാരിയായ ഫീലിൻ്റെ കൂടെ ജാസിമും ഇല്ല നാസിബും ഇല്ല, അഥവാ നെസ്ബ് ചെയ്യുന്ന അക്ഷരവും ഇല്ല, നെസ്ബ് ചെയ്യുന്ന അക്ഷരവും ഇല്ല, അങ്ങനത്തെ ഇസ്മുകളൊന്നുമില്ല. അപ്പോൾ അതിന് റഫായിരിക്കും. അപ്പോൾ തഖുറുജു എന്ന് പറയണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ ലം എന്ന ജിസ്മ് എന്ന അക്ഷരം പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ലം തഖുറുജ്, തഖുറുജ് കണ്ടോ, ലം തഖുറുജ് അങ്ങനെ പറയണോ? വ്യത്യാസം മനസ്സിലായില്ലേ? ഇവിടെ ജസ്മ ചെയ്യുന്ന അക്ഷരമുണ്ട്, അവിടെ ജസ്മ ചെയ്യുന്ന അക്ഷരമില്ല. അപ്പോൾ റഫ് ചെയ്ത് വായിച്ചു. പിന്നെ ഷഅറ ബി അലമിൻ ഫിർ റഅസി ലം യശ്അർ ബി അലമിൻ ഫിർ റഅസി, അവിടെ പിന്നെ ഇവിടെ മാദിയാണ്. അതിൻ്റെ അതിപ്പോൾ സ്ഥിരപ്പെടുത്തിയാണ്. തലയിൽ മുറി ഉണ്ട് എന്ന് അറിഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എന്ന്, വേദന ഉണ്ട് എന്നോ രോഗം ഉണ്ട് എന്നായി. അത് ഞാൻ അറിഞ്ഞില്ല എന്നെങ്ങനെ പറയാം? ലം യശ്അർ, ലം യശ്അറു എന്നല്ല, ലം യശ്അർ കേട്ടോ. ഇനി ഷഅറ ബി അലമിൻ ഫി ദിജിലി, നമ്മളെ റസ് മാറ്റി ദിജിലാക്കി. പിന്നെ ലം യശ്അർ ബി അലമിൻ ഫി ദിജിലി, അവിടെ ലം ഓർത്ത് ഇങ്ങനെയും പറഞ്ഞു. മനസ്സിലായില്ലേ? ലം ഉണ്ടാകുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ലസഅഹു സംബൂറുൻ ഫതഹറക ലസഅഹു അഖറബുൻ വലം യതഹറക. തഹറക എന്നുള്ള മാദിയാണ്, ശൈൽ മുളാരി തന്നെയാണ് യതഹറഖു. പക്ഷേ ലം വന്നപ്പോൾ ലം യതഹറഖ് എന്നായി, ലം യതഹറഖ്. ഇനി വേറൊന്നും ഉണ്ടാക്കി വെക്കുക, അതേമാതിരി തന്നെ ഉണ്ടാക്കുക. മരിദ ലാഫിഇ റളിയല്ലാഹു അൻഹു ഫദഖല അലൈഹിൽ ഹുകമാഹു, വൈദ്യന്മാർ വന്നു. മറള ശാഫിഇ ഫദഖല അലൈഹിൽ അത്ബാഉ തറക്കൂഹു ഹത്താ ദഖല ഫി സ്വലാത്തി ഫഖതഉ റിജ്ലഹു, തറക്കൂഹു ഹത്താ ദഖല ഫി സ്വലാത്തി ഫഖതഉ യദഉ. നമ്മൾ ഉദാഹരണത്തിലുള്ളതുപോലെ ചെറിയ മാറ്റം വരുത്താനാണ് പറഞ്ഞ് മാറ്റിയിരിക്കണം കേട്ടോ. ഇനി പറയുന്നതാണ് പൂരിപ്പിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല. അപ്പോൾ ആ ഖുറാസ് വേറെയും പുസ്തകം വേറെ സുഖമല്ല, അപ്പോൾ നോക്കിയതാനൊക്കെ എന്നുള്ള ഇതെന്ന് മാത്രം. തുസ്വല്ലി ബിലാ ഖൽബിൻ സ്വലാത്തൻ ബിമിസ്ലിഹാ ഡാഷ് യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽ ഉഖൂബതി ഫവൈല അല്ലാത്താണ് ഉള്ളത്. വബൈന യദൈ മൻ തസ്ഹനി ഗൈറ മുഖ്ബിതി, അളന്താണ് ഫവൈലക തദ്രി മൻ തുനാജിഹി മുഅരിളാ. കാണാതെ പഠിക്കണം മക്കളെ, ഒക്കെ കാണാതെ പഠിക്കണം കേട്ടോ. നക്തുബുൽ മാന, ആശയിതാണ്, അർത്ഥം ഇതാണ്. അമാ തസ്തഹി മിൻ മാലികിൽ മുൽക്കി അയ്യറാ സുദൂദക അൻഹു യാ ഖലീലൽ മുറുഅതി. രാജാതിരാജനായ അല്ലാഹുവിൻ്റെ മുമ്പിൽ കുനിയുമ്പോൾ അവനിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്ന നിന്നെ കണ്ട് ലജ്ജ തോന്നുന്നില്ലേ? ഓ അന്തസ്സില്ലാത്തവനെ, മുറുവത്തില്ലാത്തവനെ, മാന്യതയില്ലാത്തവനെ കേട്ടോ. ചെറിയ ഇത്ത മക്കളെ, അത് റെക്കോർഡ് ചെയ്യുമ്പോഴേ ചെറിയ ഇത്ത അതങ്ങനെ തപ്പിപ്പിടിക്കണത് വയസ്സായില്ലേ. നിനക്കുതുബ് മക്കാലത്തൻ അൽ ഖുശൂഇ ഫി സ്വലാത്തി, നമസ്കാരത്തിൽ ഭക്തി എന്നതിന് ആസ്പദമാക്കി ഒരു ലേഖനം തയ്യാറാക്കാനാണ്. ഞാൻ ആദ്യം അറബി തയ്യാറാക്കിക്കണമെങ്കിൽ മലയാളത്തിലും ഉണ്ട് കേട്ടോ, ഇപ്പം ഒച്ചമ്പ ഉണ്ടാക്കണ്ട. അൽ ഖുശൂഉ വറൂഉ സ്വലാത്തി വജൗഹറുഹാ وهو يستحضر المصلي عظمة الله تعالى في قلبه ويقبل على صلاته بجوارحه وقلبه. فإذا خشع العبد في صلاته اطمأن قلبه وسكنت جوارحه. وللخشوع أثر عظيم في حياة المؤمن، فإنه يهذب النفس وينهى عن الفحشاء والمنكر. وقد ضرب لنا السلف الصالح أمثلة رائحة في الخشوع، حيث كانوا ينسون ما حولهم عندما يقفون بين يدي الله تعالى
فعلينا أن نجاهد أنفسنا لتحقيق الخشوع وأن نفرغ قلوبنا من الدنيا عند الصلاة لننال رضا الله تعالى وفوز الآخرة. إن മലയാളത്തെ എഴുതിക്കൂടി. നമസ്കാരത്തിൻ്റെ ആത്മാവും സത്തയുമാണ് ഭക്തി. നമസ്കരിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിൽ വരികയും തൻ്റെ അവയവങ്ങളും മനസ്സും കൊണ്ട് പൂർണ്ണമായി നമസ്കാരത്തിൽ മുഴുകുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. ഖുശൂഇൻ്റെ അർത്ഥമാണ് പറഞ്ഞു കേട്ടോ. ഒരു അടിമ തൻ്റെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവനായാൽ അവൻ്റെ മനസ്സ് സമാധാനപ്പെടുകയും അവയവങ്ങൾ ശാന്തമാവുകയും ചെയ്യും. വിശ്വാസിയുടെ ജീവിതത്തിൽ ഖുശൂഅ ഭക്തിക്ക് വലിയ സ്വാധീനമുണ്ട്. അത് മനസ്സിനെ സംസ്കരിക്കുകയും തിന്മകളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ ചുറ്റും നടക്കുന്നത് മറന്നുപോയ പൂർവസൂരികൾ ഭക്തിയുടെ അനുഗ്രഹീതരായ മാതൃകളെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത്ഭുതകരമായ മാതൃകൾ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തി നേടിയെടുക്കാൻ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോക വിജയവും ലഭിക്കാനായി നമസ്കാര സമയത്ത് ദുന്യാവിലെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിനെ ഒഴിച്ചു നിർത്തുകയും വേണം. അള്ളാഹു തുണക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ മശായിഖുമാർ ഞങ്ങളെ ഇഷ്ടം വെച്ചവർക്ക് എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ അല്ലാഹ്. കടങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മ ശക്തി തരണേ അല്ലാഹ്. നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് നല്ല ആരോഗ്യവുമായി സുന്ദരനെ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണവർ. അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. റഹ്മതിക യാ അർഹമർ റഹീമീൻ.